ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്? എന്താണ് മഴവെള്ള സംഭരണം പല രീതികളിൽ സാധ്യമാണ്. ഏതെല്ലാം? അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കി നോക്കാം. റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ദ ലെവൽ ഓഫ് ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ ക്യാൻ ബി റേസ്ഡ് ഐദർ ബൈ ഡ്രെയിനിങ് ദ റെയിൻ വാട്ടർ ടു ദ ഗ്രൗണ്ട് ഓർ ബൈ കളക്ടിങ് ഇറ്റ് ഇൻ സ്റ്റോറേജ് ടാങ്ക്സ്. സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്, അതായത് എന്താണ് നമുക്ക് നോക്കാം. ഇൻക്ലൂഡ്സ് ഓൾ സിസ്റ്റംസ് ദാറ്റ് കളക്ട് ആൻഡ് കൺസേർവ് സർഫസ് റൺ ഓഫ് ആഫ്റ്റർ എ റെയിൻ സ്റ്റോം ഓർ ഇൻ intermittent streams, river or wetlands for storage in open ponds and reservoirs. അപ്പോൾ ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. മഴവെള്ള സംഭരണം പല രീതികളിൽ സാധ്യമാണ്. ഏതെല്ലാം? അപ്പോൾ ഏതെല്ലാമാണ്? മേൽക്കൂര മഴവെള്ള സംഭരണം, അതായത് കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികൾ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് ഭൂഗർഭജല വിതാനം ഉയർത്തുകയോ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് എന്താണ്? ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം, അതായത് മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും ഇതിലൂടെ കഴിയുന്നു. അപ്പോൾ എന്താണ്? നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് മേൽക്കൂര വഴി, അതായത് റൂഫ് ടോപ്പ് വഴി നമുക്ക് വെള്ളം സംഭരിക്കാം. അതുപോലെ തന്നെ ഉപരിതലത്തിൻ്റെ നീരൊഴുക്ക് നമുക്ക് നിലനിർത്തുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ദ എയിംസ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതുക. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. To bring down government participation in industrial and service sectors, to utilize the services of the dominant middle class for suitable economic growth, to improve agriculture production by practicing mixed farming, to make use of the services of non-resident Indians for economical and technological growth, to convert the cities into secure living centers using modern technology, to equip the nation to face ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. അപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. നമുക്ക് മലയാളം മീഡിയം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പന്നത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ എന്താണ് ലക്ഷ്യങ്ങൾ അഥവാ എയിംസ്. അവ എത്ര മാർക്കിനാണ് ചോദിച്ചെന്ന് വെച്ചാൽ അത്രക്കും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിയാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ കൂട്ടുകാരെ നോക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കൺസർവേഷൻ ഓഫ് വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയ നോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. നേച്ചർ പ്രൊവൈഡ്സ് ഇനഫ് വാട്ടർ ഫോർ അസ്. അപ്പോൾ നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തരുന്നുണ്ട്. വി ക്യാൻ സോൾവ് ദ ഇഷ്യൂ ഓഫ് വാട്ടർ സ്കാർസിറ്റി ആൻഡ് ഡ്രോട്ട് ഇഫ് വി മേക്ക് യൂസ് ഓഫ് ദ റെയിൻ വാട്ടർ എഫക്റ്റീവ്ലി. അപ്പോൾ ഈ നേച്ചർ നമുക്ക് തരുന്ന വെള്ളം നമ്മൾ നല്ല എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അലോയിങ് ഈച്ച് ഡ്രോപ്പ് ഓഫ് റെയിൻ വാട്ടർ ടു പെർക്കോലേറ്റ് അറ്റ് ദ പ്ലേസ് വെർ ഇറ്റ് ഫോൾസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ വാട്ടർ കൺസർവേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ഓരോ തുള്ളി വെള്ളവും നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറക്കണം. അപ്പോൾ അതാണ് വെള്ളത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹാർവെസ്റ്റിംഗ് റെയിൻ വാട്ടർ ഈസ് ദ ബെസ്റ്റ് വേ ടു സോൾവ് ദ വാട്ടർ പ്രോബ്ലം ഓഫ് വാട്ടർ സ്കാർസിറ്റി.
അപ്പോൾ എന്താണ്, ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗമാണ് എന്ത്, ഈ മഴവെള്ള സംഭരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ മലയാള മീഡിയം നോക്കാം. ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. അപ്പോൾ എന്താണ് എഴുതി നോക്കാം. പ്രകൃതി നമുക്ക് ആവശ്യത്തിന് വെള്ളം നൽകുന്നു. മഴവെള്ളം ഫലപ്രദമായി ഉപയോഗിച്ചാൽ ജലക്ഷാമം, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം കഴിയും. ഓരോ തുള്ളി മഴവെള്ളവും അത് വീഴുന്ന സ്ഥലത്ത് തന്നെ ഒഴുകാൻ അനുവദിക്കുക എന്നതാണ് ജലസംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം. ജലക്ഷാമം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മഴവെള്ള സംഭരണമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 4ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ക്യാൻ ബി ഡൺ ബൈ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ടു ചെക്ക് വാട്ടർ പൊല്യൂഷൻ? അപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടും അതുപോലെ സൊസൈറ്റിക്കും വെള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാട്ടർ പൊല്യൂഷനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ദ യൂസ് ഓഫ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഹെർബിസൈഡ്സും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. ഡു നോട്ട് ഡംപ് വാട്ടർ നിയർ പബ്ലിക് ടാപ്സ്, വെൽസ് ഓർ ദ അതർ വാട്ടർ സോഴ്സസ്. എന്ത് ചെയ്യണം, നമ്മൾ പബ്ലിക് ടാപ്പിൽ നിന്നും വെൽസിൽ നിന്നും വാട്ടർ സോഴ്സിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഡംപ് ചെയ്യാണ്ടിരിക്കുക. പ്രോപ്പർ സീവേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ പ്രോപ്പറായിട്ട് സീവേജ് ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യുക. പ്രൊട്ടക്ട് ഫീൽഡ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. അപ്പോൾ ഫീൽഡും പാടവും അതുപോലെ വെറ്റ്ലാൻഡ്സും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓൾവേസ് ഓപ്റ്റ് ഫോർ റീസൈക്കിളബിൾ ആൻഡ് റീയൂസബിൾ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കുക, അതുപോലെ സാധനങ്ങളൊക്കെ റീയൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുക. സ്കിപ്പ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പ്രാക്ടീസ് ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. ജലമലിനീകരണം തടയുന്നതിൽ വ്യക്തികൾക്കും സമൂഹത്തിനും എന്തൊക്കെ ചെയ്യാൻ കഴിയും? പൊതു ടാപ്പുകൾ, കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയ്ക്കുള്ളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ജലമലിനീകരണം സംബന്ധിച്ച നിയമങ്ങൾ എല്ലാവരും ശീലിക്കുക. കളങ്ങൾ, കിണറുകൾ എന്നിവ വൃത്തിയാക്കി മഴവെള്ളം സംരക്ഷണത്തിനും ശേഖരണത്തിനും ഉപയോഗിക്കുക. കാർഷിക മേഖലയ്ക്ക് ശാസ്ത്രീയമായ ജലസേചന രീതികൾ ഉപയോഗിക്കുക. പാടങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക. ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ലെയർ എക്സ്റ്റെൻഡ് അപ് ടു 90 കിലോമീറ്റർ ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദ എർത്ത്. അപ്പോൾ ഈ ലെയർ എന്ന് പറയുന്നത് എന്താണ്, 90 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്, എർത്തിന് അടുത്ത് കിടക്കുകയാണ്. ദ ഹൈറ്റ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് മോർ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ ബിക്കോസ് ഓഫ് സ്ട്രോങ് കൺവെക്ഷൻ ഇയർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ്, ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് ഇക്വറ്റോറിയൽ റീജിയനിൽ വളരെയധികം ഹൈ ആയിരിക്കും. കാരണം എന്താണ്, അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺവെൻഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് ഓൾ ദ വെദർ ആൻഡ് ക്ലൈമാറ്റിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എക്സെട്ര ടേക്ക് പ്ലേസ് ഇൻ ദിസ് ലെയർ. അപ്പോൾ എന്താണ്, ഒരുവിധം എല്ലാ വെതറും ക്ലൈമറ്റ് ഫിനോമിനും, അതായത് ക്ലൗഡ് ഫോർമേഷനും റെയിനും സ്നോയും വിൻഡും തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ആസ് എ യൂണിഫോം റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവറി 165 മീറ്റർ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഓരോ 165 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ് കഴിയുമ്പോഴും ഓരോ ഡിഗ്രി എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. ദ സോൺ ഓഫ് ട്രാൻസിഷൻ അബൌട്ട് ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ മേലുള്ള സോണിനെ നമ്മൾ ട്രോപ്പോപോസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഉയരം 13 കിലോമീറ്റർ വരെ
മധ്യരേഖ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ കൂടുതൽ ഉയരമുണ്ട്. ഇതിൻ്റെ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടി, മിന്നൽ തുടങ്ങിയവ സംഭവിക്കുന്നത് ഇവിടെയാണ്. സംക്രമണ മേഖല ട്രോപ്പോപാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കൂട്ടുകാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.